ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? അറിഞ്ഞൂടാ ഗൈസ്, എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. കല്യാണം കഴിഞ്ഞതോടെ നോർമൽ അല്ലെന്ന് തോന്നുന്നു. സത്യമല്ലേ? ഭയങ്കര ഓവറായിട്ട്. ഇന്നലെ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഗംഗയുടെ കുറേ പഴയ വ്ളോഗുകൾ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയ സമയത്ത് ഈ പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ലോണം കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തേ ഇല്ല, എനിക്ക് രാവിലെ ഉറക്കം എണ്ണീറ്റ് എനിക്ക് അടുക്കള കയറാൻ മടിയാണ്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നായിരുന്നല്ലോ വീഡിയോ പറഞ്ഞത്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞ് അങ്ങോട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് അത് കേൾക്കാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കാം. കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം നിന്നെ ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല, എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്നോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പോൾ ഒരുവിധം ഓക്കെ. എനിക്ക് ശീലമില്ല, എനിക്ക് എവിടുന്ന് തുടങ്ങണമെന്ന് പോലും അറിയത്തില്ല. അതായത് നേരെ ചൊവ്വേ ആഹാരം പോലും നല്ല രീതിയിൽ വെക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഗംഗ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, പുതിയൊരു വീട്ടിലോട്ട് ചെല്ലുവാണ്, പെട്ടെന്ന് എല്ലാ കാര്യത്തിനകത്തോട്ടും പൊരുത്തപ്പെടാൻ ഇത് സമയമെടുക്കും, അതിനകത്തോട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ എനിക്ക് അറിയത്തില്ല, എടുക്കത്തില്ല എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, ദൈവത്തെ ഓർത്ത് ഒന്ന് പറയല്ലേ. കുറേ നാളുകൾക്ക് മുന്നേ, ഒരു 11 മാസത്തിന് മുന്നേ നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കാം. അവിടെ അപ്പോ ചപ്പാത്തി ഒക്കെ ചുടേണ്ടി വരും. എന്റെ മക്കൾ എന്തിനു ചെയ്തേന്? ഗൈസ്, നമ്മള് അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. പക്ഷെ ഞാൻ അപ്പം ഒക്കെ ചുട്ടെടുത്ത് ഞാൻ സെർവ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഇടട്ടെ. മാളു വാതറ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം, മുട്ടക്കറി, പനീർ ബുർജി. ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ കിടന്ന് പട്ടിഷ് കാണിക്കാന്നുള്ളൂ. നോക്കട്ടെ, എത്ര അപ്പം? 3 അപ്പം. ഒന്നും അറിയാത്ത വ്യക്തിയാണ് അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവരൊരു പ്രൊഫഷണൽ കുക്കാണെന്നുള്ള രീതിയിൽ എവിടെയും പറയുന്നില്ല. ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് വന്നിരുന്ന് ഓവർ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല, എനിക്കിതിനൊന്നും ശീലമില്ല എന്നുള്ള രീതി വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കെന്തോ രാവിലെ എണീറ്റിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് പരിചയമില്ലെന്ന്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇവർ പറയുന്നൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് അമ്മ കേട്ട ചീത്ത വിളിക്കും. 7 മണിയാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എൻ്റെ കണ്ണും ശരീരവും സമ്മതിച്ചില്ല. ഉറങ്ങ് കണ്ണ ഉറങ്ങുറങ്ങ് അങ്ങനെയായിരുന്നു ഗൈസ് മൈൻഡ്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കംഡാ, പ്രത്യേകിച്ച് എവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? യാ, ഇനിയിപ്പോൾ പോവേ. ഓക്കെ, അപ്പമാണ് ഗൈസ് ഉണ്ടാക്കണം. അപ്പവും മുട്ടക്കറിയും ആൻഡ് സം പനീർ ബുർജിയാണ് ഗൈസ് ഉണ്ടാക്കണത്. പ്രോട്ടീൻ, യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ്. കണ്ണൊക്കെ ചെത്തിരിക്കണമെന്ന് എനിക്ക് ഇനി മതിയായില്ല ഉറങ്ങിയിട്ട്. ഇനി ഒരു 12-1 മണി വരെ ഉറങ്ങിയ സബലമീ ജീവിതം. സോ ഗൈസ് കമോൺ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് എഗ് കറിയാണ് ഗൈസ്, മുട്ടക്കറി. അപ്പവും മുട്ടക്കറി. സോ മുട്ടക്കറിക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കടു അങ്ങോട്ട് വറുക്കാം ഗൈസ്. കണ്ടല്ലേ, പുള്ളിക്കാരത്തേക്ക് ഉണ്ടാക്കാനും എല്ലാം അറിയാം, പക്ഷെ മടിയാണ്, ചെയ്യാത്തയാണ്. ഇതാണ് പ്രശ്നം. ഇതങ്ങ് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞാൽ പോലെ പിന്നെ എന്തിനാണ് വന്നിരുന്നത് ഇങ്ങനെ താളം പറയുന്നത്? ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തത്. സ്റ്റഡി ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ കുറേ സാധനങ്ങളാണ്. അത് മാത്രമല്ല, കുറേ കമൻസുകളുണ്ട് കേട്ടോ. ഈ ഗംഗയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസുകൾ നിങ്ങൾ നോക്കിക്കോണം. ആഫ്റ്റർ മാരേജ് സംതിങ് ഈസ് ഓവർ, ഫീൽ സം ക്രിഞ്ച്. സത്യമാണ്, ഭയങ്കര ക്രിഞ്ചാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. എന്നാൽ ചോദിക്കും, ബാക്കിയുള്ളവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നീ എന്തിനാ എടുത്തിടുന്നത്, നീ എന്തിനാ റിയാക്ട് ചെയ്യുന്നത്? എടാ പിന്നെ നീയൊക്കെ എന്തിനാ ഈ സാധനം വന്നിരുന്ന് കാണുന്നത്? എനിക്ക് കുറേ അമ്മമാർ വന്നിരുന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. നിനക്കൊക്കെ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകും, നീ ഒന്നും കാണണ്ട. ഇവരുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അതിന് ചുമ്മാ വന്നിരുന്നിട്ട് കൊണയടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ.
അവരുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ മുഴുവനായിട്ട് ഞാൻ അവിടെ വായിച്ചു തരാം. കല്യാണം കഴിഞ്ഞതോടെ നോർമൽ അല്ലെന്ന് തോന്നുന്നു. സത്യമല്ലേ? ഭയങ്കര ഓവറായിട്ട് ജീവിതത്തിൽ ആരും കല്യാണം കഴിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. നല്ലൊരു വ്ളോഗറായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ എവിടെയോ കിളി പോയതുപോലെ. സത്യമാണ്. ഗംഗയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. ഇതെന്തിനാണ് ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുന്നത്? സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ പോരെ. എവിടെയോ എന്തോ ഒരു കിളി പോയതുപോലെ സംസാരിക്കുന്നു. ഇപ്പോൾ എന്തോ ഓവറായത് പോലെ. സത്യമാണ്. ഭയങ്കര ഓവർ ആക്ടിങ്ങാണ്. എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെയൊക്കെയുള്ള കോണ്ടന്റുകൾ കൊടുത്താൽ നാളെ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരത്തേ ഉള്ളൂ. നാളെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് വല്ലതും നടന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിരുന്ന് പൊങ്കാലയിടും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല. അത് സത്യമാണ്. ഇന്നലെ ഗംഗ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം. കൊള്ളാമോ എൻ്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? തുറന്ന് ഇത് വന്ന് കുറെ ബാഗും. കൊള്ളാമോ? താങ്ക് യു. താങ്ക് യു. ഇത് ഭയങ്കര സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ ഇത്? ഇത് അയ്യോ ഒന്ന് പിടിക്കോ? പുതിയ വേണ്ട എന്നെടുത്താ? என்ன ஒரு பிரமாதமான ஒரு புது அழகும் கிட்ட പുതു അഴക്. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. താങ്ക്സ്. മണമുണ്ടാ? സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു. വേണ്ട ഒറ്റ സെക്കൻഡ്. ഭാര്യ വിതറുവാണ്. അതായത് ഒന്നും പറയാനില്ല. ശരിയാണ്, ഭാര്യ നല്ല ഡ്രസ്സോടെ എന്തോ അണിഞ്ഞൊരുങ്ങി വരുമ്പോഴത്തേക്ക് കൊള്ളാമെന്ന് പറയുന്നത് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവർ ഭയങ്കര അങ്ങ് ഓവറാവുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ചില ആൾക്കാർക്ക് എൻ്റെ അഭിപ്രായത്തോടെ മേ ബി യോജിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇടുമ്പം നിങ്ങൾക്ക് വിമർശനങ്ങൾ തീർച്ചയായിട്ടും വരും. ആ വിമർശനങ്ങൾ താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾ മിക്കപ്പോഴും വീഡിയോസിനകത്തൊക്കെ വന്ന് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചോദ്യം വരുമോ, അങ്ങനെ ചെയ്യുന്നത് കുറ്റമാവുമോ എന്നൊക്കെയുള്ള. അതായത് പബ്ലിക്കിൽ സ്വന്തം ലൈഫ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ബാക്കിയുള്ളവർ അഭിപ്രായം പറഞ്ഞാൽ വരെ പ്രശ്നമായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്തായാലും കുറച്ചും കൂടിയുണ്ട് ക്രിഞ്ച് കാണാം. വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് അടിപൊളി. പക്ഷെ രാവിലെ എണീറ്റ് പോകാണ്ടുള്ള ഒരു പ്രശ്നം മാത്രം. തന്നെ എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് നടന്ന് സെറ്റ്. ഓക്കെ. അപ്പോൾ നമുക്കേ അപ്പോൾ ഞങ്ങൾ പറയണം എന്താ കഴിച്ചു? ഞാൻ കഴിച്ചില്ല. കഴിച്ചില്ല. കുറച്ച് ചോറും ഒരു പീസ് ചൂരക്കണ്ടം. ഒരു പീസായിട്ട് കടയിൽ നിന്ന് തന്നാ? ഒരു പീസ്, ഒരു വലിയ പീസ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചില്ല. 4:30 നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് മീനുവിന് ഗിഫ്റ്റ്. ഓക്കെ. അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു പയ്യനെ കണ്ടതിൻ്റെ ഒരു ഫീലിങ്സ് ആണെന്ന് തോന്നുന്നത്. കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവനെ കാണുന്നത്. എന്തായാലും എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇതിൻ്റെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി. ഒരു കാര്യം ഞാൻ പറയാം, ഇവരുടെ പേഴ്സണൽ ലൈഫ് തകർക്കാനോ എടുക്കാനോ ഒന്നും ഒരു യൂട്യൂബേഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. കുറേ ആൾക്കാർ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ. മിക്ക ചാനലിൻ്റെ താഴെ ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്താ വേണം, ആ കുട്ടി എങ്ങനെയും ജീവിക്കട്ടെ, ഇതാന്നൊക്കെ. അതും പോരാത്തതിന് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഗംഗയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു, അതൊന്നും മൈൻഡ് ചെയ്യല്ലേ, അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് അതിൻ്റെ താഴെ വേറൊരാൾ റിപ്ലൈ ചെയ്തിരിക്കുന്നത്, അവർ ഗംഗയെ വെച്ചിട്ട് കുറച്ച് ഇൻകം ഉണ്ടാക്കിക്കോട്ടെ എന്ന്. അതിന് പുള്ളിക്കാരത്തിൽ പോയി ലൈക്ക് അടിച്ചിരിക്കുന്നത്. അപ്പം താങ്കൾക്കൊരു ചിന്ത കാണുമായിരിക്കാം, നിങ്ങളെ വെച്ചിട്ടായിരിക്കും അരി മേടിക്കുന്നതെന്ന്. എല്ലാ യൂട്യൂബേഴ്സും കേരളത്തിലുള്ള, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണ് നമ്മളെടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അതായത് കുക്കിങ് അത്യാവശ്യം അറിയാം, എനിക്ക് കുക്ക് ചെയ്യാം, എന്നിട്ട് വന്നിരുന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് രാവിലെ എനിക്ക് ശീലമില്ല, മാട ഓട എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനങ്ങൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കി ആൾക്കാരെടുത്ത് വെച്ച് അടിക്കും. അത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇനി ഗംഗയുടെ വേറൊരു വീഡിയോയും കൂടി കാണാം. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണമെങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരെടുത്ത് കഴിക്കൂല, ആരെങ്കിലും എടുത്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നും അവർക്കാർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ 2 വീട് മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ. നമ്മളെ സൗകര്യം അനുസരിച്ച് അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യണം അവരെ.
അതങ്ങനെയാണ്. അപ്പം എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തതുകൊണ്ട്. ഇതിൽ സ്റ്റാർട്ടിങ് പറഞ്ഞത് സാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോൾ ചോദ്യം വരുമോ, എന്താ അവിടെ നിൽക്കുന്നത്, എന്താ അവിടെ പോയി നിൽക്കാത്തതെന്ന്. അഫ്കോഴ്സ് ചോദ്യം വരും. നമ്മുടെ പേഴ്സണൽ ലൈഫ് ജനങ്ങളുടെ മുന്നിൽ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും. കാര്യം നിങ്ങളെ എന്നും പറഞ്ഞ് അഡിക്റ്റഡ് ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീരിയൽ കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഈ യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്. അതായത് അവരുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് കാണുക, അതിനകത്തുള്ള കുറ്റങ്ങളും കുറവുകളും സംസാരിക്കുക, പിന്നെ അവരോട് അഡിക്റ്റഡ് ആവുക, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചേ പറ്റൂ. കുഞ്ഞു കുഞ്ഞ് പൊതിച്ചോറാണ്. അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു മുട്ട മതി. ഗൈസ്, ഫൈനലി നമ്മൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് റെഡി, നമ്മളെ മോര് കാച്ചിയത്, നെത്തോലി ഫ്രൈ, ഓംപ്ലേറ്റ്, ബീട്രൂട്ട് തോരൻ, കോവയ്ക്ക വിഴുക്ക്, ചമ്മന്തി, കണ്ണിമാങ്ങ അച്ചാർ. കയ്യടി, ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതും പോരാ. ഗൈസ്, ആദ്യം നമ്മൾ അമ്മ നില്ല അബിക്കുട്ടനൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മെയിൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണത്. ഇത് മീനാക്ഷിക്കാണ് മെയിൻ. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ബീട്രൂട്ട് തോരൻ വയ്ക്കാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഒരു ചോറും കറിയും ഉണ്ടാക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് താളം പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെയൊക്കെ ഒരു 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 സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇനിയും ഈ ബോധമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് ഏറ്റവും വലുത്, ഇവർ ചെയ്യുന്നത് ഇവരും ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയ നിങ്ങളൊക്കെ വെറുതെ മണ്ടന്മാരാകുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഗംഗയ്ക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നതിനകത്ത് നമുക്ക് അസൂയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ കാണിക്കുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ഭയങ്കര രീതിയിൽ അങ്ങ് ഓവറുള്ള കാര്യങ്ങൾ പറയാമല്ലോ, അത് ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക്. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ പഴയതായിട്ടുള്ള വീഡിയോസ് എല്ലാം കുത്തിപ്പൊക്കി ആൾക്കാരെടുത്ത് വെച്ചിട്ട് അതിന് മറുപടി പറയും. അപ്പം അത് താങ്ങാനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിച്ചാൽ മതി. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം, ഗംഗയുടെ വിശേഷങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.